എടാ ബാടാ ബോർഡെടുക്ക് കളിക്കാലോ. എന്നെ കൂടെ വെറുതെ ഒന്ന് പറയിപ്പിക്കണ്ടായിരുന്ന എത്ര സമയം കാത്തുനിന്നാർന്ന്? എൻ്റെ മോനെ കോളേജിൽ നിന്ന് ഇറങ്ങി കിട്ടണ്ടേ? തലക്ക് പ്രാന്തായിട്ടാളേ, ജോലി മടുത്തിട്ടാള്. എന്നാ പിന്നെ ഒഴിവാക്കണോ? ആ എനിക്ക് ഓർമ്മ വരൂ. കോളേജും വിട്ട് നേരെ ഇങ്ങോട്ടല്ലേ, ഒരു മിനിറ്റ് വീട്ടിലിരിക്കാണ്ട്. ആന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. വീടെ വന്ന് 2 ചോട്ടിയോട്ടിയാലാന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പിള്ളേരോട് വായിട്ടടിച്ച ക്ഷീണമൊന്ന് മാറി കിട്ടുക. അത് വീട്ടിലിരുന്നാൽ മാറുവാ? അല്ല ആ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ പുതിയ വീടെടുത്ത് ഞാൻ വീട് മാറിയത് ഞാൻ വിചാരിച്ച് ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല സമാധാനമായിരിക്കുമെന്ന്. എൻ്റെ മോനെ വീട്ടിൽ നിന്ന് ഇരിക്കാനാവില്ല ചേട്ടാ, വൈകുന്നേരം ഇവിടെ വന്ന് ഇരുന്നാലാന്നൊരു സമാധാനം കിട്ടുക. ഇതാരോടാ പറയുന്നത്? എന്നോടാ. ഞാൻ 10 മണി ചെയ്യാണ്ട് വീടിയെ കൂട്ടി വീട്ടിൽ പോക്കില്ല. നേരത്തെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ പിള്ളേരെ കുരുത്തക്കേട് തലേക്കേരി മറപ്പാന്ന്, തലപ്പിരാന്ത് പിടിക്കും. നീ എന്ന് എളിക്കുന്നു ഉള്ള പറഞ്ഞല്ലേ ചേട്ടാ. ഇപ്പം ഇങ്ങൾക്ക് നല്ലൊരു ജോലിയില്ലേ? ഇപ്പോൾ കുറേ പഠിച്ചിട്ടും ജോലി കിട്ടാതെ പിള്ളേരുണ്ടാവില്ലേ, അവർക്ക് അതുപോലത്തെ ഒരു ജോലി വലിയൊരു സ്വപ്നമായിരിക്കൂലേ അല്ലേ? അല്ലടാ. അതെ, നീ ഇപ്പം പറഞ്ഞില്ലേ എൻ്റെ വലിയ വീട്. എടാ നമ്മളെ ഈ റോട്ടുമെല്ലാം കിടക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് അതുപോലത്തെ ഒരു വീട് എത്ര വലിയൊരു സ്വപ്നമായിരിക്കും ഞാൻ ആലോചിച്ചത്. പ്രകാശേട്ടൻ്റെ പിന്നെ കുരുത്തക്കേടുള്ള പിള്ളേർ അന്നെപ്പോലെ കുട്ടിയില്ലാത്തവർക്ക് അത് വലിയൊരു സ്വപ്നമാവാ ചേട്ടാ. നമുക്ക് ഉണ്ടാകുമ്പോൾ ഒന്നിനൊരു വിലയുണ്ടാവില്ല, ശല്യമായിട്ടും തോന്നും. ഇല്ലെങ്കിലാണ് നമുക്കത്